नमस्ते। अहम् एकं गानं गायामि। गानस्य नाम हे मधुपसखे। गायतु गायतु अहं शृणोमि। मधुपसखे हे मधुपसखे उद्यानेऽस्मिन् क्रीडाम। मधुपसखे हे मधुपसखे उद्यानेऽस्मिन् क्रीडाम। नागच्छामि नागच्छामि मधुपानार्थं गच्छामि। नागच्छामि नागच्छामि मधुपानार्थं गच्छामि। शुकपोता शुकपोता हे शुकपोता उद्यानेऽस्मिन् क्रीडाम। शुकपोता हे शुकपोता उद्यानेऽस्मिन् क्रीडाम। नागच्छामि लघुपिक्काष्ठै नीडं कर्तुं गच्छामि। नागच्छामि लघुपिक्काष्ठै नीडं कर्तुं गच्छामि। रे रे शुनक रे शुनक रे रे शुनक रे शुनक उद्यानेऽस्मिन् क्रीडाम। रे रे शुनक उद्यानेऽस्मिन् क्रीडाम। नागच्छामि गृहनाथस्य सेवां कर्तुं गच्छामि। नागच्छामि गृहनाथस्य सेवा कर्तुं गच्छामि। सेवा कर्तुं गच्छामि। बालकवाक्यं विगणय्य गतवन्तस्ते कार्यार्थं। लज्जानम्रो बालोऽयं गच्छति शालामतिशीघ्रम्। बालकवाक्यं विगणय्य गतवन्तस्ते कार्यार्थं। लज्जानम्रो बालोऽयं गच्छति शालामतिशीघ्रम्। गच्छति शालामतिशीघ्रम्। मधुपसखे हे मधुपसखे उद्यानेऽस्मिन् क्रीडाम। नागच्छामि नागच्छामि मधुपानार्थं गच्छामि। शुकपोता हे शुकपोता उद्यानेऽस्मिन् क्रीडाम। नागच्छामि लघुपिक्काष्ठै नीडं कर्तुं गच्छामि। रे रे शुनक उद्यानेऽस्मिन् क्रीडाम। नागच्छामि गृहनाथस्य सेवां कर्तुं गच्छामि। बालकवाक्यं विगणय्य गतवन्तस्ते कार्यार्थं। लज्जानम्रो बालोऽयं गच्छति शालामतिशीघ्रम्। गच्छति शालामतिशीघ्रम्। अष्टमः पाठः हे मधुपसखे। अष्टमः एट्टामते अष्टमः एट्टामते पाठः पाठम् अष्टमः पाठः एट्टामते पाठं हे मधुपसखे। മധുപസഖേ വണ്ട് കൂട്ടുകാരനായ സഖേ കൂട്ടുകാര. മധുപഹ വണ്ട് അല്ലയോ വണ്ടേ വണ്ട് സുഹൃത്തേ. ഹേ മധുപസഖേ. മധുപസഖേ ഹേ മധുപസഖേ ഉദ്യാനേസ്മിन् ക്രീഡാമ. നാഗച്ഛാമി മധുപാനാർത്ഥം ഗച്ഛാമി. കുട്ടി, ഇവിടെ ഒരു ബാലഹ ഒരു കുട്ടിയാണല്ലേ. പിന്നെ ആരുണ്ട്? മധുപഹ വണ്ടുമുണ്ട്. ഒരു കുട്ടിയുമുണ്ട്, ഒരു വണ്ടുമുണ്ട്. ഇവിടെ
കുട്ടി എന്ത് ചോദിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. മധുപസഖേ ഹേ മധുപസഖേ ഉദ്യാനേസ്മിൻ ക്രീഡാമ. മധുപസഖേ, അല്ലയോ കൂട്ടുകാരാ, എങ്ങനെയുള്ള വണ്ട് കൂട്ടുകാരാ, തേൻ വണ്ടായ, തേൻ കുടിക്കുന്ന, പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്ന മധുപ വണ്ടേ, എൻ്റെ കൂട്ടുകാരാ, മധുപസഖേ ഹേ മധുപസഖേ. വണ്ടെന്ന കൂട്ടുകാരാ, ഉദ്യാനേസ്മിൻ ക്രീഡാമ. നമുക്ക് പൂന്തോട്ടത്തിൽ പോയി കളിക്കാമോ? ഉദ്യാനേ അസ്മിൻ ക്രീഡാമ. ഉദ്യാനത്തിൽ പോയി നമുക്ക് കളിക്കാമോ? ഉദ്യാനേസ്മിൻ ക്രീഡാമ. ക്രീഡാമ കളിക്കാമോ. വയാനത്തിൽ പോയി, പൂന്തോട്ടത്തിൽ പോയി കളിക്കാമോ? ക്രീഡാമഹ, നമുക്ക് കളിക്കാമോ. അപ്പോ വണ്ട് എന്താണ് തിരിച്ചു പറഞ്ഞത്? നാഗച്ഛാമി നാഗച്ഛാമി മധുപാനാർത്ഥം ഗച്ഛാമി. നാഗച്ഛാമി ന ആഗച്ഛാമി, ഞാൻ വരുന്നില്ല. ന ആഗച്ഛാമി, ആഗച്ഛാമി വരുന്നു, ന ആഗച്ഛാമി വരുന്നില്ല. അഹം ഗച്ഛാമി ന ആഗച്ഛാമി, ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നു എന്ന് എങ്ങനെ പറയും? അഹം ഗച്ഛാമി, ഞാൻ വരുന്നില്ല. അഹം ന ആഗച്ഛാമി, അല്ലെങ്കിൽ അഹം ന ഗച്ഛാമി. നാഗച്ഛാമി നാഗച്ഛാമി, വരുന്നില്ല, ഞാൻ വരുന്നില്ല. മധുപാനാർത്ഥം ഗച്ഛാമി. അപ്പൊ വണ്ടിന്റെ ജോലി എന്താ? തേൻ കുടിക്കുക, അല്ലേ? വണ്ട് തേൻ കുടിക്കുമ്പോഴാണ് പൂക്കളിൽ പരാഗണം നടക്കുന്നതും പുതിയ ചെടികൾ ഉണ്ടാകുന്നതും, അല്ലേ? അപ്പോൾ വണ്ടിന് ഇഷ്ടമായ ഭക്ഷണം വണ്ട് കഴിക്കുന്നതോടൊപ്പം വണ്ട് തൻ്റെ ജോലി കൂടി ചെയ്യുകയാണ്. അങ്ങനെ പൂക്കളിൽ നിന്നും തേൻ നുകരാനായിട്ട് എനിക്ക് പോകണം. എനിക്ക് കളിക്കാൻ സമയമില്ല, പൂക്കളിൽ നിന്നും തേൻ നുകരാൻ പോണം. നാഗച്ഛാമി നാഗച്ഛാമി മധുപാനാർത്ഥം ഗച്ഛാമി. ഞാൻ വരുന്നില്ല, എനിക്ക് പൂക്കളിൽ നിന്നും തേൻ നുകരാൻ പോണം. അപ്പൊ കുട്ടി വണ്ടിനോട് ചോദിച്ചു, അല്ലയോ മധുപസഖേ, നീ ഉദ്യാനത്തിൽ, പൂന്തോട്ടത്തിൽ എന്നോടൊപ്പം കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. മധുപസഖേ ഹേ മധുപസഖേ ഉദ്യാനേസ്മിൻ ക്രീഡാമ. അപ്പോൾ തിരിച്ചു വണ്ട് പറഞ്ഞു, നാഗച്ഛാമി നാഗച്ഛാമി മധുപാനാർത്ഥം ഗച്ഛാമി. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് പൂക്കളിൽ നിന്നും തേൻ നുകരാനായിട്ട് പോകണമെന്ന് വണ്ട് പറഞ്ഞു. അപ്പോ കുട്ടി അടുത്ത് ചെന്ന് ആരോട് ചോദിച്ചു? തത്ത കുഞ്ഞിനോട്, അല്ലേ? ശുകപോതഹ, തത്തക്കുഞ്ഞ്. ശുകപോതഹ, തത്തക്കുഞ്ഞ്. ശുകപോത ഹേ ശുകപോത ഉദ്യാനേസ്മിൻ ക്രീഡാമ. തത്തക്കുഞ്ഞിനോട് ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ തത്തക്കുഞ്ഞെ, നമുക്ക് പൂന്തോട്ടത്തിൽ പോയി കളിയാടാമോ? നമുക്ക് കളിക്കാമോ? ശുകപോത ഹേ ശുകപോത ഉദ്യാനേസ്മിൻ ക്രീഡാമ. നമുക്ക് ഉദ്യാനത്തിൽ പോയി കളിക്കാമോ? അപ്പൊ എന്താ തത്തക്കുഞ്ഞ് തിരിച്ചു പറഞ്ഞെന്നറിയോ? നാഗച്ഛാമി ലഘുഭി കാഷ്ടൈ നീടം കർത്തും ഗച്ഛാമി. നാഗച്ഛാമി നാഗച്ഛാമി, ഞാൻ വരുന്നില്ല. നാഗച്ഛാമി, ഞാൻ വരുന്നില്ല. എനിക്കോ ലഘുഭി കാഷ്ടൈഹി, ചെറിയ ലഘുഭിഹി, ചെറിയ കാഷ്ടൈഹി, കമ്പുകൾ കൊണ്ട് നീടം കർത്തും, കൂടുണ്ടാക്കാൻ പോകുന്നു. കൂടുണ്ടാക്കാൻ പോകണം. തത്ത എവിടെയാണ്? കൂട്ടിലാണല്ലോ താമസിക്കുന്നത്. തത്തയ്ക്ക് സ്വന്തമായി താമസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തത്തയ്ക്ക് കൂടുണ്ടാക്കണം, അല്ലേ?
അങ്ങനെ തത്ത പറഞ്ഞു, എനിക്ക് കൂടുണ്ടാക്കണം, ഞാൻ കുഞ്ഞ് തത്തക്കുഞ്ഞാണ്, ഇനി ഒന്നീന്ന് ഞാൻ കൂടുണ്ടാക്കിയേ എനിക്ക് കൂട്ടിൽ അമ്മയുടെയൊക്കെ അടുത്ത് നിന്ന് മാറി കൂട്ടിൽ സ്വന്തമായൊരു കൂടുണ്ടാക്കി താമസിക്കണം. അപ്പം അതിനായി കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ശേഖരിക്കാൻ എനിക്ക് പോണം. നാഗച്ചാമി ലഘുഫി കാഷ്ടൈ നീടം കർത്തും ഗച്ഛാമി. നാഗച്ഛാമി ഞാൻ വരുന്നില്ല, ലഘുഫിഹി ചെറിയ, കാഷ്ടൈഹി കമ്പുകൾ കൊണ്ട്, നീടം കർത്തും കൂടുണ്ടാക്കാൻ, ഗച്ഛാമി പോകണം. നാഗച്ഛാമി ലഘുഫി കാഷ്ടൈ നീടം കർത്തും ഗച്ഛാമി. അപ്പൊ കുട്ടി എന്താ ചോദിച്ചേ? ശുകപോതാ ഹേ ശുകപോതാ ഉദ്യാനേസ്മിൻ ക്രീഡാമ. ശുകപോത, അല്ലയോ തത്തക്കുഞ്ഞേ, നീ എന്നോടൊപ്പം വരുമോ? നമുക്ക് ഉദ്യാനത്തിൽ പോയി കളിക്കാം. അപ്പൊ എന്താ തത്ത പറഞ്ഞേ? നാഗച്ഛാമി ലഘുഫി കാഷ്ടൈ നീടം കർത്തും ഗച്ഛാമി. ഞാൻ വരുന്നില്ല, എനിക്ക് ചെറിയ ചെറിയ കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കണം എന്നാര് പറഞ്ഞു? തത്തക്കുഞ്ഞു പറഞ്ഞു. അപ്പോ കുട്ടി പിന്നെ ആരുടെ അടുത്ത് പോയി? നമ്മുടെ ശുനകന്റെ അടുത്ത് പോയി, പട്ടിയുടെ അടുത്ത് പോയി. രേ രേ ശുനക രേ ശുനക ഉദ്യാനേസ്മിൻ ക്രീഡാമ. പട്ടിയുടെ അടുത്ത് ചെന്നിട്ടെന്ന് പറഞ്ഞു, രേ രേ ശുനക രേ ശുനക. ഡേ ആ പടേ പട്ടി, ശുനക നായേ, രേ ശുനക അല്ലയോ നായേ, ഉദ്യാനേസ്മിൻ ക്രീഡാമ. നമുക്ക് ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ പോയി കളിക്കാമോ? രേ രേ ശുനക രേ ശുനക ഉദ്യാനേസ്മിൻ ക്രീഡാമ. നമുക്ക് പൂന്തോട്ടത്തിൽ പോയി കളിക്കാമോ? അപ്പൊ എന്താ പട്ടി പറഞ്ഞ? നാഗച്ഛാമി ഗൃഹനാഥസ്യ സേവാ കർത്തും ഗച്ഛാമി. അപ്പൊ എന്ത് പറഞ്ഞു? നാഗച്ഛാമി ഗൃഹനാഥസ്യ സേവാ കർത്തും ഗച്ഛാമി. അല്ല, എനിക്ക് കഴിയില്ല, ഞാൻ വരില്ല, എനിക്ക് ഗൃഹനാഥനെ സേവിക്കാൻ പോണം, എനിക്ക് ഗൃഹനാഥനെ സേവിക്കാൻ, ഗൃഹനാഥന്റെ വീട് കാക്കാൻ എനിക്ക് പോകണം. രേ രേ ശുനക രേ ശുനക ഉദ്യാനേസ്മിൻ ക്രീഡാമ. നാഗച്ഛാമി ഗൃഹനാഥസ്യ സേവാ കർത്തും ഗച്ഛാമി. ബാലകവാക്യം വിഗണയ്യ ഗതവന്തസ്തേ കാര്യാർത്ഥം ലജ്ജാനമ്രോ ബാലോയം ഗച്ഛതി ശാലാമതിശീഘ്രം. ബാലകവാക്യം വിഗണയ്യ ഗതവന്തസ്തേ കാര്യാർത്ഥം ലജ്ജാനമ്രോ ബാലോയം ഗച്ഛതി ശാലാമതിശീഘ്രം. ബാലകവാക്യം, ആ കുട്ടിയുടെ ബാലകന്റെ വാക്യത്തെ വിഗണയ എല്ലാവരും അവഗണിച്ചു, അല്ലെ? എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോയി. ആരൊക്കെയാ? ആദ്യം മധുപസഖി, മധുപനോട് വണ്ടിനോട് ചെന്ന് ചോദിച്ചപ്പം മധുവൻ പറഞ്ഞു, എനിക്ക് എന്ത് വേണം? തേൻ നുകരാൻ പോണം, അല്ലെ? പൂക്കളിൽ നിന്നും തേൻ നുകരാൻ പോകണം. മധുപാനാർത്ഥം ഗച്ഛാമി. അത് കഴിഞ്ഞ് ശുകപോതഹ തത്തക്കുഞ്ഞിനോട് ചെന്ന് ചോദിച്ചു. അപ്പൊ തത്തക്കുഞ്ഞ് പറഞ്ഞു, ലഘുഭിഹി കാഷ്ടൈഹി നീടം കർത്തും ഗച്ഛാമി. എനിക്ക് ചെറിയ ചെറിയ കമ്പുകളൊക്കെ എടുത്ത് കൂടുണ്ടാക്കണം, ഞാൻ അതിന് പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആരോട് ചെന്ന് ചോദിച്ചു? നമ്മുടെ പട്ടിയോട് ചെന്ന് ചോദിച്ചു, അല്ലേ? ശുനകനോട്. അപ്പൊ ശുനകൻ പറഞ്ഞു, എനിക്ക് ഗൃഹനാഥസ്യ സേവാകർത്തും ഗച്ഛാമി, എനിക്ക് ഗൃഹനാഥനെ സേവിക്കാൻ പോകണമെന്ന്. അപ്പൊ എല്ലാവരും കളിക്കാൻ വിളിച്ചപ്പോൾ എന്തു ചെയ്തു? കുട്ടിയുടെ വാക്കിനെ അവഗണിച്ചു.
ബാലകവാക്യം വിഗണയ്യ ഗതവന്തസ്തേ കാര്യാർത്ഥം. ആ കുട്ടിയുടെ വാക്കിനെ അവഗണിച്ച് എല്ലാവരും അവരവരുടെ കാര്യം നോക്കാൻ പോയി അല്ലേ. എല്ലാവർക്കും അവരവരുടേതായ ജോലികളുണ്ട്. അപ്പോ കുട്ടിക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായ തനിക്കും തൻ്റെതായ ഒരു ജോലിയുണ്ട്. കുട്ടിയുടെ ജോലി എന്താണ്? വിദ്യാലയത്തിൽ പോയി പഠിക്കുക അല്ലേ. കുട്ടികളായ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നതാണ് അല്ലേ. അപ്പോ ലജ്ജാ നമ്രോ ബാലോയം, അപ്പോ നാണിച്ച് എല്ലാവരും അവരവരുടേതായ ജോലിക്ക് പോകുന്നു, തന്നെ അവഗണിച്ചുകൊണ്ട്. അങ്ങനെ ലജ്ജാ നമ്രോ നാണം കെട്ട് തല കുനിച്ച് നമ്മുടെ ബാലനും ഗച്ഛതി ശാലാമതി ശീക്രം, തൻ്റെ സ്കൂളിലേക്ക് വേഗം പോയി. അപ്പം ലജ്ജാ നമ്രോ ബാലോയം, ലജ്ജിച്ച് തല താഴ്ത്തി നമ്മുടെ കുട്ടിയും പെട്ടെന്ന് എവിടത്തേക്ക് പോയി? തൻ്റെ വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോയി. ബാലകവാക്യം വിഗണയ്യ ഗതവന്തസ്തേ കാര്യാർത്ഥം ലജ്ജാ നമ്രോ ബാലോയം ഗച്ഛതി ശാലാമതി ശീക്രം. കൂട്ടുകാരെ, ഇവിടെ ഓരോരുത്തരുടെയും പേരെഴുതിയിട്ടുണ്ട്. ആദ്യം ആരാ? മധുപഹ, വണ്ട്. പിന്നീട് ആരെയും നമ്മൾ കണ്ടത്? ശുകപോതഹ, തത്തക്കുഞ്ഞ്. ബാലകഹ, നമ്മുടെ കുട്ടി. ശുനകഹ, പട്ടി. ചിത്രപതംഗഹ, ചിത്രപതംഗഹ ചിത്രശലഭം. ചിക്രോഡഹ, അണ്ണാൻ കുഞ്ഞ് അല്ലേ. നമ്മുടെ ആ ചിത്രത്തിലെ ചിക്രോടനെയും കാണുന്നുണ്ട്, ചിത്രപതംഗത്തെയും കാണുന്നുണ്ട്. പിന്നെയോ കുസുമ, പൂക്കളുണ്ട്. വൃക്ഷഹ, നമുക്ക് ഇനി വിദ്യാലയമുണ്ട്. പിന്നെ സ്യൂതഹ, ബാഗ് കാണുന്നുണ്ട് അല്ലേ, ഒക്കെ ഉണ്ട്. മാർഗഹ, വഴിയുണ്ട്. അതൊക്കെ നമ്മൾ എഴുതിയില്ല പോട്ടെ. ഇത്രയും വാക്കുകൾ നന്നായി പഠിക്കണേ. ഈ വാക്കുകൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. ഒന്നും കൂടി ടീച്ചർ ഈ കവിത ഒന്ന് ചൊല്ലട്ടെ. മധുപസഹേ ഹേ മധുപസഹേ ഉദ്യാനേസ്മിൻ ക്രീഡാമ നാഗച്ഛാമി നാഗച്ഛാമി മധുപാനാർത്ഥം ഗച്ഛാമി. ശുകപോത ഹേ ശുകപോത ഉദ്യാനേസ്മിൻ ക്രീഡാമ നാഗച്ഛാമി ലഘുഭിः കാഷ്ഠൈ നീടം കർത്തും ഗച്ഛാമി. രേ രേ ശുനക രേ ശുനക ഉദ്യാനേസ്മിൻ ക്രീഡാമ നാഗച്ഛാമി ഗൃഹനാഥസ്യ സേവാ കർത്തും ഗച്ഛാമി. ബാലകവാക്യം വിഗണയ്യ ഗതവന്തസ്തേ കാര്യാർത്ഥം ലജ്ജാ നമ്രോ ബാലോയം ഗച്ഛതി ശാലാമതി ശീക്രം ഗച്ഛതി ശാലാമതി ശീക്രം. എല്ലാവരും ഈ പാട്ട് പാടി പഠിച്ച് ടീച്ചറെ പാടി കേൾപ്പിക്കുമല്ലോ. എല്ലാവർക്കും ധന്യവാദം.